ഹൈന്ദവ മഹാജനസംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ എസ് ശശിധരൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ വി എസ് ശിവകുമാർ, ശ്രീ കാട്ടാക്കട ജെ രമേശൻ, ഡോക്ടർ ജെ ചന്ദ്രമോഹൻ, ശ്രീ ജെ സി ഹേമന്ത്, മറ്റ് ബഹുമാന്യര്, ഈ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഹൈന്ദവ മഹാജന സംഘത്തിന്റെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു ക്ഷമാപണത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. വളരെ നേരത്തെ തന്നെ നിങ്ങൾ എന്നെ ക്ഷണിച്ചു. ഞാൻ 4 മണിക്ക് ഇവിടെ എത്താം എന്ന് സമ്മതിക്കുകയും എൻ്റെ ഡയറി കുറിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിമാരുടെ ഒരു മീറ്റിംഗ് ഡൽഹിയിൽ വെച്ചു. അപ്പം അതിന് പോകേണ്ടി വരും, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിമാരുടെ യോഗം മാറ്റിവെച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡൽഹി യാത്ര വേണ്ടി വരില്ല, ഇനി പങ്കെടുക്കാം എന്ന് തീരുമാനിച്ച് ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് പുതിയൊരു പ്രശ്നം വന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ട്, അത് സംബന്ധിച്ചുള്ള മറുപടി ഇന്ന് കൊടുക്കേണ്ടതാണ്. അത് സാധാരണ രീതിയിൽ ഇവിടെ നിന്നും ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിട്ട് അല്ലെങ്കിൽ ഡൽഹി റെസിഡന്റ് കമ്മീഷണറെ കൊണ്ട് കൊടുപ്പിക്കുക വേണ്ടത്. പക്ഷേ അതിനകത്ത് ചില സംശയങ്ങളും പ്രശ്നങ്ങളും വന്നു. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒരു ചെറിയ വീഴ്ച വന്നാൽ അത് നമ്മുടെ ഈ മലയോര പ്രദേശത്ത് ആകെ ജനങ്ങളിൽ ആശങ്കാവില്ല. അതുകൊണ്ട് ബുധനാഴ്ച കൂടിയ ക്യാബിനറ്റ് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടി നേരിട്ട് പോകണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു മീറ്റിംഗ്, ആദ്യം പോകാനിരുന്ന മീറ്റിംഗ് മാറ്റിവെച്ചെങ്കിലും ഇന്നത്തെ ദിവസം അതിന് പോകേണ്ടി വന്നു. ആ കടമ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. ഞാൻ ഇവിടെ വന്നിറങ്ങിയപ്പോൾ കൃത്യം ശ്രീ ശിവകുമാറിൻ്റെ ഫോൺ കോൾ എനിക്ക് കിട്ടി. യോഗം കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു 10 മിനിറ്റിനകം ഞാൻ അവിടെ എത്തും എന്ന് പറഞ്ഞാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ വൈകിയാണെങ്കിലും നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ എത്താൻ സാധിച്ചതിനുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ സമുദായ ആചാര്യ ഹൈന്ദവ മഹാജന സംഘത്തിൻ്റെ സ്ഥാപകാചാര്യൻ ശ്രീ ജോൺ യേശുദാസിൻ്റെ 139ാം ജന്മദിനമാണ് നിങ്ങൾ ഈ 3 ദിവസങ്ങളായിട്ട് ഇവിടെ ആചരിക്കുന്നത്. നിങ്ങളുടെ സമുദായത്തിന് ശക്തമായ നേതൃത്വം ഒരു നൂറ്റാണ്ടിനപ്പുറം നൽകിയ വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സമുദായ ആചാര്യൻ ശ്രീ ജോൺ യേശുദാസ്. 100 വർഷം മുമ്പ് നമ്മൾ ആലോചിക്കണം. ഇന്നത്തെ സ്ഥിതിയൊന്നും അല്ല അന്നത്തെ സ്ഥിതി. അന്ന് ദീർഘവീക്ഷണത്തോടുകൂടി കാണുകയും അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തെ മുമ്പോട്ട് നയിക്കണം എന്ന ദൃഢനിശ്ചയത്തോട് മുമ്പോട്ട് നീങ്ങുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ തലകുലിക്കുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ വളരെയേറെ മുമ്പോട്ട് വന്നപ്പോഴും പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ ഇന്നും വളരെയേറെ അവസരങ്ങൾ നിൽക്കുകയാണ്, ബുദ്ധിമുട്ടുകൾ നിൽക്കുകയാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുക. ഈ ഗവൺമെന്റ് വരുന്നത് വരെ നമ്മുടെ കേരളത്തിൽ ധാരാളം കോളേജസ് ഉണ്ട്. ഗവൺമെന്റ് കോളേജസ് ഉണ്ട്, പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, ധാരാളം കോളേജസ് ഉണ്ട്. പക്ഷേ ഒരൊറ്റ കോളേജ് പോലും പട്ടികജാതി വിഭാഗത്തിലുണ്ടായിരുന്നു. ബാക്കി സമുദായങ്ങൾക്കൊക്കെ നമ്പർ ചിലപ്പോൾ കുറവാണെങ്കിലും 1-2 ഒക്കെ സ്ഥാപനങ്ങളുണ്ടായി.
പട്ടികജാതി പട്ടികവർഗ വിഭാഗം നമ്മുടെ ജനസംഖ്യയുടെ 10% വരുന്ന ഈ വിഭാഗത്തിന് ഇതൊരു വലിയ കുറവാണ്. ഇത് തിരുത്തണം എന്ന വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 3 ഗവൺമെന്റ് കോളേജുകൾ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു. 3 ഗവൺമെന്റ് കോളേജുകൾ. ഒന്ന് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത്, മറ്റൊന്ന് കോട്ടയം ജില്ലയിലെ കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിലുള്ള, മൂന്നാമത്തത് മലപ്പുറത്ത് വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആദ്യമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അവരുടെ മാനേജ്മെന്റിൽ ഒരു കോളേജ് വരുന്നത് ആദ്യമായി. അത് ഈ ഗവൺമെന്റിന് കൊടുക്കാൻ സാധിച്ചു എന്നതിൽ ഞങ്ങളെല്ലാം അഭിമാനിക്കും. അതുപോലെ പാലക്കാട് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. മറ്റു കോളേജുകളിലെല്ലാം, ഗവൺമെന്റ് കോളേജുകളിലെല്ലാം 10% സീറ്റ് പട്ടികജാതി പട്ടികവർഗത്തിനുണ്ട്. ഇവിടെ 10% റിസർവേഷനുമുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ 50%-ൽ 35% പട്ടികജാതി പട്ടികവർഗക്കാർക്ക്, 15% എല്ലാവരേക്കാർക്ക്. ബാക്കി മെറിറ്റിന് 10% കഴിഞ്ഞിട്ട് ബാക്കി 40%. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പട്ടികജാതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ്. അപ്പോൾ സാധാരണ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 10 കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സ്ഥാനത്ത് 45 പേർക്ക് അഡ്മിഷൻ കിട്ടുക. അത് ഈ ഗവൺമെന്റ് എല്ലാവർക്കും നീതി കിട്ടുമെന്ന് പറഞ്ഞാൽ പോരാ, അത് ഉറപ്പാക്കണം, നടപ്പിലാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എടുത്തിട്ടുള്ള നടപടികൾ ഭാഗമായിരിക്കും. ഞാൻ വൈകി വന്ന ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ സമയം എടുക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് വേണ്ടി സ്ഥലത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് അനുവദിക്കണം എന്നുള്ള ആവശ്യം എന്നോട് പറഞ്ഞു. ഞാൻ നിശ്ചയമായി ആ കാര്യം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരുന്നതാണ്. മന്ത്രിസഭയുടെ പരിഗണനയിൽ കൊണ്ടുവന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് ഞാൻ ശ്രമിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം 4 മണിക്ക് തുടങ്ങുന്ന യോഗം 7 മണിക്ക് എങ്കിലും പിരിയാതിരിക്കുമോ എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ശ്രീ ശിവകുമാറിൻ്റെ ഫോൺ കോളാണ് എനിക്ക് ഇങ്ങനെയൊരു ഭാഗ്യം കിട്ടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.